Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ വ്യാഴാഴ്ച ചുങ്കത്രയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2-ന് നിയുക്ത MLA ആര്യടൻ ഷൗക്കത്ത് നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർത്തോമ ലഹരി വിമോചന സമിതി നിലമ്പൂർ ചുങ്കത്ര മേഖലയുടെയും മാർത്തോമ യുവജന സഖ്യം ചുങ്കത്ര സെന്ററിന്റെയും ഉപ്പട കരുണ ഡി അഡിക്ഷൻ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ചുങ്കത്ര മാർത്തോമ കോളേജ് അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ കോൺക്ലേവിന് ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് എക്സൈസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്നിവർ നേതൃത്വം നൽകും. ലഹരി ആസക്തി ബോധവൽക്കരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു കോൺക്ലേവ് ആദ്യമായിട്ടായിരിക്കും. ഒരു കോൺക്ലേവ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ടതായ ഒരു വിഷയം, അതിൻ്റെ വിവിധങ്ങളായ തലങ്ങൾ അവർ പല ലീഡേഴ്സ്, പല നേതാക്കൾ ഒരുമിച്ച് അവതരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വർഷം സർക്കാരിൻ്റെ പ്രധാനപ്പെട്ടതായ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ലഹരി പ്രതിരോധ ആശയ രൂപീകരണം കുട്ടികളിൽ നിന്ന് ഉണ്ടാവണമെന്നുള്ളതാണ്. ഇതുവരെ മുതിർന്നവരാണ് നൽകി കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിന് വിപരീതമായിട്ട് ഇത്തവണ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമായ ഒരു നിർദ്ദേശം, അത് ലഹരി നിരോധന പ്രവർത്തനങ്ങൾ, വിരുദ്ധ പ്രവർത്തനങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ കുട്ടികളിൽ നിന്നുണ്ടാവണം. കുട്ടികളിൽ അങ്ങനെ ഒരു ആശയ രൂപീകരണം ഉണ്ടാകത്തക്ക വിധത്തിൽ ഈ ലഹരിയുടെ വിവിധ വശങ്ങൾ, അതിൻ്റെ നിയമവശങ്ങൾ, അതിൻ്റെ ആരോഗ്യവശങ്ങൾ, അതിൻ്റെ ഈ സാമൂഹ്യപരമായ വശങ്ങൾ, അതിൻ്റെ മറ്റു പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, അതിനെയെല്ലാം ഈ നമ്മൾ മുകളിൽ പറഞ്ഞ ലീഡേഴ്സ്, ഡിസ്ട്രിക്ട് കളക്ടർ ഉൾപ്പെടെ, മെഡിക്കൽ ഓഫീസർ, എഡ്യൂക്കേഷണൽ ഓഫീസർ, ഡെപ്യൂട്ടി കമ്മീഷണർ, പോലീസ് ചീഫ്, അവരത് കൃത്യമായിട്ട് കുട്ടികളോട് സംവേദനം ചെയ്യുകയും അത് കേട്ടതിന് ശേഷം കുട്ടികളിൽ നിന്ന് ഒരു ആശയം എങ്ങനെ കുട്ടികളുടെ ഇടയിൽ ഈ ഒരു വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാം, അതിനെ പുതിയ ആശയങ്ങൾ കുട്ടികളിൽ നിന്ന് തന്നെ സ്വരൂപിച്ച് കുട്ടികൾ തന്നെയാണ് ഈ വർഷം ഇങ്ങനെയുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സ്കൂൾ, കോളേജ് അങ്കണങ്ങളിൽ നടത്തപ്പെടുക. ഈ കോൺക്ലേവിന് ശേഷം ഉദ്ദേശിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഓരോ സ്കൂളുകളിലും ഓരോ കോളേജുകളിലുമുള്ള ലഹരി വിരുദ്ധ ക്ലബ്ബുകളുണ്ടാകും. ആ ക്ലബ്ബുകളെ കുറെ കൂടെ പുനർജീവിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ കൈത്താങ്ങലും നൽകി അവരെ കുറെ കൂടെ മോട്ടിവേറ്റ് ചെയ്ത് ആ കുട്ടികളെ ഉപയോഗിച്ചാണ് ഈ ഓരോ സ്കൂളുകളിലും ഈ വർഷം ബോധവൽക്കരണ പരിപാടികൾ ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സാധാരണ വലിയൊരു അസംബ്ലി വിളിച്ചു കൂട്ടുകയാണ് ചെയ്യുക, കുട്ടികളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഹാളിൽ. ഇത് ഇത്തവണ ഈ ഫ്യൂച്ചർ ഫസ്റ്റ് എന്ന കോൺക്ലേവിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്കൂളിലെ എല്ലാ ഡിവിഷനിലും, ഓരോ ഡിവിഷനിലും ആളുകൾ ചെന്ന് അവർക്ക് വേണ്ടുന്ന ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും അങ്ങനെയുള്ളവരെ കണ്ടെത്തുകയും കുട്ടികളെ ലഹരിക്കെതിരെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു ക്യാമ്പയിൻ്റെയും നാളെ നടക്കുന്ന കോൺക്ലേവിൻ്റെയും പ്രധാനപ്പെട്ടതായ ലക്ഷ്യം. നാളെ നടക്കുന്ന കോൺക്ലേവിൻ്റെ മറ്റൊരു തലമെന്ന് പറയുന്നത് ട്രെയിനിങ് പ്രോഗ്രാമാണ്. ട്രെയിനിങ് കൊടുക്കേണ്ടുന്ന ട്രെയിനേഴ്സിന് അവർക്കുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൂടിയാണ് നാളെ നടക്കേണ്ടുന്ന ഈ ഒരു കോൺക്ലേവ് എന്ന് പറയുന്നത്. വിശിഷ്ട വ്യക്തികൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുമെന്നും സംഘാടകരായ റവറൻ ലിജിൻ വർക്കി ഫിലിപ്പ്, റവറൻ ഷിജി സാം, TB കുര്യൻ, PT സജിമോൻ, ഐബിൻ ജേക്കബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.